Dear students, very good morning all. All are welcome to Business Management new video classroom. I expect that all are safe in your best destinations. Okay, today we are going to discuss School of Management Thoughts. Important schools of management thought ne kurichu namukku discuss cheyyam. Appo last topic നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആയിരുന്നു. ഓക്കെ, ദെൻ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്. എന്താണ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട് എന്ന് പറഞ്ഞാൽ? സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി മാനേജ്മെന്റ് തിങ്കേഴ്സിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. ദാറ്റ് മീൻസ് സയന്റിഫിക് ലെവലിൽ മാനേജ്മെന്റിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ദാറ്റ് മീൻസ് ഓൾഡ് കോൺസെപ്റ്റിലുള്ള ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പും റീസെന്റ് പീരിയഡിലുള്ള എംപ്ലോയർ റിലേഷൻഷിപ്പും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഓരോ തിങ്കേഴ്സിനും അവരുടേതായ വ്യൂസ്. ഇപ്പോൾ FW ടൈലർ, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, സാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് പ്ലാനിങ്ങും ഡൂയിങ്ങും രണ്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലാനിങ് ആൻഡ് ഡൂയിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് രണ്ടാണ്. അതുപോലെ തന്നെ ഓരോ ആളുകളും, ഇപ്പോൾ ഹെൻറി ഫയോള്, ദെൻ മോയോ, ഇങ്ങനെ പറയുന്ന ഒത്തിരി ആളുകൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി തോട്ട്സ് അല്ലെങ്കിൽ ഒത്തിരി ഫിലോസഫീസ് അല്ലെങ്കിൽ ഒത്തിരി ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഒരുപാട് പ്രിൻസിപ്പിൾസ് ആണ് ഈ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ മേജറായിട്ടുള്ള ഫാക്ട് എംപിരിക്കൽ അപ്രോച്ച്, then classical approach, neo-classical approach, social system approach and modern management theory. അപ്പോൾ ഇതൊരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നത്. ഫസ്റ്റ് കേസിൽ എന്താ പറയുന്നത്? എംപിരിക്കൽ അപ്രോച്ചിൽ then success and failure of the managers. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു മാനേജർ, അപ്പോൾ ആ മാനേജറിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അയാളിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ട് അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പം ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് അദ്ദേഹം ഏതെല്ലാം ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്നു, ആ ഇഷ്യൂസിനെ ഓവർകം ചെയ്യുവാനുള്ള ഒരു ആക്ഷന് ഈ മാനേജർ എന്ന രീതിയിൽ എടുക്കുന്നു. ആ മാനേജർ അതേ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷനിൽ ഇത്തരം ഒരു കേസ് വരുമ്പോൾ അത് അപ്ലൈ ചെയ്യുന്നു. അത് എല്ലായ്പ്പോഴും സക്സസ് അല്ല. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വേജ് സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം. ഇപ്പോൾ ഒരു ഫീമെയിലിന് മെയിലിന് പണ്ട് കാലത്ത് ഡിഫറെൻ്റ് ആയിരുന്നു പേയ്മെൻറ്റ് നടന്നിരുന്നത് എന്ന് പറഞ്ഞാൽ വേജ് സിസ്റ്റം ആയിരുന്നാലും ടൈം റേറ്റ് സിസ്റ്റം ആയിരുന്നാലും ഈ ഒരു സിസ്റ്റത്തിൽ, അതായത് ഈ ഒരു ഡിഫറെൻറ്റ് വേരിയേഷൻസിൽ ആയിരുന്നു എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായി? അത് മാറി. ഇപ്പോൾ ആ സിസ്റ്റം മാറി. ഇപ്പോൾ മെന്നെന്നോ വിമണെന്നോ നോക്കാതെ ഈക്വൽ വേജ് സിസ്റ്റമാണ് എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ സർവീസിൽ കയറുകയാണെങ്കിൽ വിമണിന് ഇത്ര സാലറി കൊടുത്താൽ മതി, മെന്നിന് ഇത്ര സാലറി, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് കയറുന്നു, അയാൾക്ക് സെയിം സാലറി. അതായത് ഒരു ക്ലർക്കായിട്ട് കയറുന്നു, മെന്നായാലും വിമണായാലും സെയിം സാലറി. അപ്പോൾ ഈ പറയുന്ന എംപിരിക്കൽ അപ്രോച്ചിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്തുള്ള മാനേജേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻസ്, മാനേജ്മെൻറ്റ്സിൻ്റെ സ്റ്റഡി, എന്തിൻ്റെ മേലുള്ള സ്റ്റഡിയാണ്? അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ എക്സ്പെക്ടേഷൻസ്. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സക്സസ് ഉണ്ടാകുമ്പോൾ അത് എല്ലായിടത്തും ആ ഒരു സക്സസ് ആയിട്ടുള്ള ഫാക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യലാണ് എംപിരിക്കൽ അപ്രോച്ച്. അതെങ്ങനെയാണ് സക്സസ് ആവും? ഇപ്പോൾ എക്സാമ്പിൾ ഉണ്ട്, നമ്മുടെ വീട്ടിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. ദാറ്റ് മീൻസ് നമ്മുടെ വീട്ടിലുണ്ടായ ആ ഒരു ഇഷ്യൂവിനെ ഓവർകം ചെയ്യാൻ നമ്മുടെ പേരൻസ് ട്രീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല തൊട്ട് അയൽപ്പക്കത്തുള്ള കേസ്, അതുപോലൊരു കേസ് ഉണ്ടാകുന്ന സമയം അത് ഓവർകം ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. കാരണം നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബേസിലല്ല ഒരു നൈബറിൻ്റെ കേസിൽ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലായിടത്തും ഒരേ സക്സസ് ആയിട്ടുള്ള ഫാക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ഒരു ഔട്ട് ഓഫ് ഫാഷൻ ഇവൻ്റ് ആണ്. അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്നത്തെ മോഡേൺ കോൺസെപ്റ്റിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധ്യമല്ല. അപ്പോൾ സ്റ്റഡി ഓഫ് ദ സക്സസ് ഓർ ഫെയിലിയർ ഓഫ് ഇൻ ദ എക്സ്പീരിയൻസ് ഓഫ് എ
മാനേജേഴ്സ്. അപ്പോൾ ആ മാനേജേഴ്സിൻ്റെ സക്സസും ഫെയിലിയറും സ്റ്റഡി ചെയ്യുന്ന ഒരു കേസാണ് ഏതിൽ അപ്ലൈ ചെയ്യുന്നത്, എംപിരിക്കൽ അപ്രോച്ചിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു പോകുന്നത്. അതെന്തല്ല എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. അത് നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുത്താൽ മതി. ഇങ്ങനെ ഒരു ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ കേസ്, അപ്പോൾ പാരൻസ് എടുത്തിട്ടുള്ള ഒരു ആക്ഷൻ, അതേ ഇഷ്യൂസ് നമ്മുടെ തൊട്ട നൈബറിൻ്റെ ഭാഗത്തുണ്ടായാൽ നമ്മളുടെ മൈൻഡ് അങ്ങനെയല്ല, നമ്മൾ ആ രീതിയിലല്ല അതിനെ ഫേസ് ചെയ്യുക. അപ്പോൾ അയാളെ മാറ്റി നിർത്തിക്കൊണ്ട്, ഫാമിലി മെമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, മാറ്റി നിർത്താൻ വേണ്ടി പ്രയാസപ്പെടില്ല. അതൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ കൂട്ടിപ്പിടിക്കുകയാണ് ചെയ്യുക, അത് നമ്മൾ ഒഴിവാക്കുന്നു. പക്ഷെ അത് നമ്മുടെ നൈബേഴ്സിൻ്റെ ഭാഗത്ത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈ പാരൻസ് തന്നെ ആ നൈബറിനെ മറ്റൊരു ഐസിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വ്യൂയിലൂടെയാണ് അദ്ദേഹത്തെ ഇനി അങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്നത്. അതാണ് ഈ പറയുന്ന എംപിരിക്കൽ അപ്രോച്ചിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ടിൽ എന്താ പറയുന്നത്, ക്ലാസിക്കൽ അപ്രോച്ച്. എന്താണ് ക്ലാസിക്കൽ അപ്രോച്ചിൽ ഡിഫൈൻ ചെയ്യുന്നത്? ക്ലാസിക്കൽ അപ്രോച്ചിൽ കുറച്ചും കൂടി ഡെവലപ്പ് ആയിക്കൊണ്ട് മാനേജേഴ്സ് തിങ്ക് ചെയ്യാൻ തുടങ്ങി. എന്ത് തിങ്ക് ചെയ്യാൻ തുടങ്ങി? കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അതായത് നല്ല പ്രൊഡക്ടിവിറ്റി വേണം, നല്ല ലാബേഴ്സ് വേണം, അതുപോലെ കോസ്റ്റ് പരമാവധി കുറയ്ക്കണം, പിന്നെ വർക്കിംഗ് കണ്ടീഷൻസ് ഒരു ആവറേജ് ലെവലിലൊക്കെ ഒക്യുപ്പൈ ചെയ്ത് കൊടുക്കുക, ദെൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അവിടെ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? അവിടുത്തെ എംപ്ലോയറെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്, അതായത് ആ മാനേജ്മെൻറ്റിനെ. അപ്പം മാനേജ്മെൻറ്റിന് എന്താ പറയുക, ഒരുപാട് ഈ റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാക്സിമം ഇൻവോൾവ്മെൻറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അത് ആർക്ക് ബെനിഫിറ്റ് അല്ല, അല്ലെങ്കിൽ ആരെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അവിടുത്തെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഇന്നത്തെ കാലത്ത് ഒരു സ്ഥാപനം, അതായത് ഒരു ഫേം അല്ലെങ്കിൽ ഒരു യൂണിറ്റ്, അത് റൺ ചെയ്ത് പോകണമെങ്കിൽ കോ ഓപ്പറേഷൻ എമോങ് ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ദാറ്റ് മീൻസ് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും അതിൻ്റെ താഴെക്കിടയിലുള്ള ആളുകളും ഒരുപോലെ നന്നായിട്ട് ഒരേ മനസ്സോടു കൂടി ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് ഒക്കർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ ക്ലാസിക്കൽ അപ്രോച്ചിലൂടെ പറയുന്നത്. ക്ലാസിക്കൽ അപ്രോച്ചിൽ ഓൾഡ് കോൺസെപ്റ്റിലുണ്ടായിരുന്ന മാനേജ്മെൻറ്റിൻ്റെ വ്യൂസ് മാത്രം, അവിടെ ലാബേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് പാർട്ടായിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ എംപ്ലോയീസിനുള്ള എക്സ്ട്രാ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ വേജ് കൊടുക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ വേജിൻ്റെ ഇൻക്രിമെൻറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് ഓക്കെ ആക്കുന്നിടത്ത്, അത് ഇങ്ങനെ പറയുന്ന, അതായത് വർക്കേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു തീരുമാനങ്ങളും എടുക്കാതെ, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിനെ എന്താ പറയുക ഇഗ്നോർ ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ തലം എങ്ങനെ നടത്തിക്കൊണ്ട് പോവാം, അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ, ഷെയർ ഹോൾഡർമാർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ കമ്പനീൻ്റെ ഇമേജ് എങ്ങനെ ഡെവലപ്പ് ചെയ്തു പോകാം എന്നുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു ഏതിൽ, ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. യെസ്, തേർഡ് വൺ, നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. ഇപ്പം നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, ഹു ഈസ് ദ ഫാദർ ഓഫ് നിയോ ക്ലാസിക്കൽ തിയറി? George Elton Mayo. George Elton Mayo is the father of neoclassical theory. 1 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഏരിയയിൽ ചോദിക്കാവുന്നതാണ്. എന്താണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച്? ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന 2 ഫാക്ട് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിലേഷൻ ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. Human behavior and human relations. That means it is the advanced approach comparing with the classical approach. Classical approachുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇത് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ദിസ് റിലേഷൻ വിത്ത് ഹ്യൂമൻ ബീങ്സ്. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് സോഷ്യൽ പ്രോസസ് ഓർ സോഷ്യൽ സിസ്റ്റം. ഓക്കെ, അതായത് ഒരു എംപ്ലോയീസിന് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിന് കിട്ടാകുന്ന ബെനിഫിറ്റുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നു. അതായത് എംപ്ലോയിയുടെയും കോൺട്രിബ്യൂഷനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിരുന്നാലും മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആയിരുന്നാലും ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഫാക്റ്റും കൺസിഡർ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഹ്യൂമൻ റിലേഷൻസിനെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ്.
നെക്സ്റ്റ് പാർട്ടിൽ ഏതാ പറയുന്നത്? സോഷ്യൽ സിസ്റ്റം അപ്രോച്ച്. സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് അപ്പോൾ കുറച്ചുകൂടി വൈഡ് ആയിട്ട് സോഷ്യൽ ഓറിയന്റഡ് ആയിട്ട്, ദാറ്റ് മീൻസ് ഓവറോൾ എൻവയോൺമെന്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഓർ ദ എംപ്ലോയീസ് ഓർ ദ വർക്കേഴ്സ്. ഇപ്പോൾ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ ലിമിറ്റേഷൻസ് ഉള്ളവരുണ്ടാവാം, ഇക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ലിമിറ്റേഷൻസ് ഉണ്ടാവാം, സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ലിമിറ്റേഷൻസ് ഉണ്ടാവാം. ഇവരൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഫാക്റ്റാണ് ഏതിൽ ഡിസ്കസ് ചെയ്യുന്നത്? സോഷ്യൽ സിസ്റ്റം അപ്രോച്ച്. അപ്പോൾ അതൊരു മാനേജ്മെന്റ് ഈസ് സിസ്റ്റം പ്രോസസ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഓൾ ഫാക്ടർ, അതായത് ഫിസിക്കലി ഒരുപാട് ബാരിയേഴ്സ് ഉള്ള ആളുകളുണ്ടാവാം, ലിമിറ്റേഷൻസ് ഉള്ള ആളുണ്ടാവാം, ഇക്കണോമിക്കലി ഉണ്ടായിരിക്കാം, അതുപോലെ സോഷ്യൽ ലിമിറ്റേഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഫാക്റ്റിനെ ഓവർകം ചെയ്തുകൊണ്ട്, അതായത് ആ ഹ്യൂമൻ ബീയിങ്സ് ഓർഗനൈസേഷൻ്റെ ഒരു പാർട്ട് എന്ന രീതിയിൽ കൺസിഡർ ചെയ്ത് പോവുകയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ സോഷ്യൽ സിസ്റ്റം അപ്രോച്ചിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്നത്. ദെൻ നെക്സ്റ്റ് പാർട്ടിൽ വരുമ്പോൾ എന്താ? മോഡേൺ മാനേജ്മെൻറ്റ് തിയറി. കുറച്ചും കൂടി കോംപ്ലക്സിറ്റി കൂടിയിട്ടുള്ള ഫാക്റ്റാണ്. അപ്പോൾ ഇവിടെ ഈ കോംപ്ലക്സിറ്റി കൂടിയിട്ടുള്ള ഫാക്റ്റ് എന്ന് പറയുന്നിടത്ത് ഓരോ ലാബേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുണ്ടാവുന്ന ഒരു കേസ്, അതിൻ്റെ സൊല്യൂഷൻസ് കുറച്ചും കൂടി സ്ട്രാറ്റജിക് ആയിട്ട്, ദാറ്റ് മീൻസ് ടെക്നിക്സ് പരമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു സ്ട്രാറ്റജീസ് ഒരു പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ ഇനീഷ്യേറ്റീവ് ആക്കി എങ്കിൽ ആ ഒരു റീസൺസിനെ അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷനെ ഒരു ഓർഗനൈസേഷൻ ഹാസ് എ ഹോൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അകത്തുള്ള ഓൾ ലാബേഴ്സിൻ്റെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ ഇടയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് പേഴ്സൺ ടു പേഴ്സൺസ്, ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. ഏതിൽ ചെയ്യുന്നത്? മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസിൽ വരുന്നത്. ദാറ്റ് മീൻസ് ഒരു ഇഷ്യൂസിനെ ഓവർകം ചെയ്തു പോകുമ്പോൾ അതിനേക്കാളും സിംപ്ലസ്റ്റ് വേയിൽ മറ്റൊരു എംപ്ലോയീസിൻ്റെ, മറ്റൊരു ഓർഗനൈസേഷൻ്റെ, മറ്റൊരു കേസിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിലോസഫി അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്താണോ ഉള്ളത് അത് അപ്ലൈ ചെയ്യലാണ് ഏതിൽ ചെയ്യുന്നത്? മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസിൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അപ്പോൾ അവിടെ ഓരോ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും ഓരോ ഫാക്റ്റിനെയും സെപ്പറേറ്റ്, അതായത് സോഷ്യൽ സിസ്റ്റം അപ്രോച്ചിൽ നമ്മൾ ഓരോ ബാരിയറിനെ അല്ലെങ്കിൽ ഓരോ ലിമിറ്റേഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ലിമിറ്റേഷൻസ് ഉള്ള ആളുകളുടെ ഇഷ്യൂസിനെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോകുമ്പോൾ അവിടെ ക്ലിയർലി ഓരോരുത്തരുടെയും ഇഷ്യൂസിനെ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പ്രോബ്ലംസിനെ അല്ലെങ്കിൽ ഓരോ മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ സെപ്പറേറ്റ് ആയിട്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള റെമഡിയൽ ആക്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്ത് പോവുകയാണ് ഈ പറയുന്ന മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസിൽ നടക്കുന്നത്. ഇതാണ് മേജർ ആയിട്ടുള്ള സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറഞ്ഞാൽ എംപിരിക്കൽ അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞു. എന്താണ് എംപിരിക്കൽ അപ്രോച്ചിൽ ചെയ്യുന്നത്? അതിൻ്റെ മാനേജേഴ്സിൻ്റെ സക്സസും ഫെയിലിയറും സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ മാനേജേഴ്സിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ ക്ലാസിക്കൽ അപ്രോച്ചിൽ ചെയ്യുന്നത് എന്താണ്? ക്ലാസിക്കൽ അപ്രോച്ചിൽ ഓരോ മാനേജേഴ്സിനും ഉണ്ടാകുന്ന ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആ ഒരു ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡിൽ എന്താണ് അവിടെ ചെയ്യുന്നത്? മാനേജേഴ്സ് അവിടെയുള്ള ഷെയർ ഹോൾഡർമാർക്ക് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ട് പ്രോഫിറ്റബിലിറ്റി കൂട്ടുന്നു. അവിടെ ഹ്യൂമൻ റിലേഷനെയോ ഹ്യൂമൻ ബിഹേവിയറിനെയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന യാതൊരു വിധത്തിലുള്ള മെൻറ്റാലിറ്റിയും കൺസിഡർ ചെയ്യുന്നില്ല. ഏത്? ക്ലാസിക്കൽ അപ്രോച്ചിൽ. അപ്പോൾ ഈ രണ്ട് ഫാക്റ്റും, അതായത് എംപിരിക്കൽ അപ്രോച്ചും അതുപോലെ ക്ലാസിക്കൽ അപ്രോച്ചും ചെയ്യുന്നത് എന്താണ്? മാനേജ്മെൻറ്റിൻ്റെ വ്യൂസിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ. ദെൻ നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, അതുപോലെ സോഷ്യൽ സിസ്റ്റം അപ്രോച്ച്, മോഡേൺ മാനേജ്മെൻറ്റ് തിയറി, ഇതിലൊക്കെ എന്താണ്? പാർട്ടാണ് ആര്? ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ കോൺട്രിബ്യൂഷൻസും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നിയോ ക്ലാസിക്കൽ അപ്രോച്ചും സോഷ്യൽ സിസ്റ്റം അപ്രോച്ചും മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസും ഇംപ്ലിമെൻറ്റ് ചെയ്തു പോകുന്നത്. ഇതാണ് മേജർ ആയിട്ടുള്ള സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്. ക്ലിയർ ആയി എന്ന് കരുതട്ടെ. താങ്ക് യു.